ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഫേസ് ആൻഡ് ബോഡി സ്ക്രബിന്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. റിവ്യൂ എന്ന് പറയുമ്പോൾ ഒരു 1 മന്ത് ആയിട്ടുള്ളൂ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് ഡോക്ടർ റഷേലിന്റെ ഡീ ടാൻ സ്ക്രബ് ആണ് കേട്ടോ. അപ്പൊ ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അത് കാണാനൊക്കെ പറ്റുള്ളൂ. നിങ്ങൾ കണ്ടാലാണ് എനിക്കും കുറച്ചൊരു എൻകറേജ്മെന്റ് ഒക്കെ ആവത്തുള്ളൂ. സോ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഡോക്ടർ റഷേലിന്റെ ഡീ ടാൻ സ്ക്രബ് ആണ്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് 380 ml ഈ ഒരു 190-180 രൂപയ്ക്ക് നമുക്കിത് ആമസോണിൽ കിട്ടും. ഇതിന്റെ MRP പ്രൈസ് വന്നിട്ട് 225 രൂപയാണെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് ആവത്തില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഇത്രയും ഒരു കുറഞ്ഞ എമൗണ്ടിൽ അതും ഇത്രയും സാധനം കിട്ടണമെങ്കിൽ എന്തെങ്കിലും ചെറിയ ഉഡായിപ്പാണോ എന്ന് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ ഈ സെയിം കമ്പനിയുടെ തന്നെ ഞാൻ ഡീ ടാൻ ഫേസ് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു കേട്ടോ. അതിന്റെ ഒരു റിവ്യൂ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പിൻ ചെയ്ത് കൊടുക്കാം. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സാധനമായിരുന്നു അത്. അതെന്നെ ഞെട്ടിച്ചൊരു സാധനമാണ്. അതുപോലെ ടാൻ അത് റിമൂവ് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു ചെറിയ പ്രതീക്ഷയിൽ ഒരു ചെറിയൊരു വെട്ടത്തിലാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചത്. അപ്പം കുറച്ചു ദിവസം ഞാനിത് എടുക്കാണ്ടൊക്കെ അവിടെ വെച്ചിരുന്നു. കാരണം ഇത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ വെച്ചിരുന്നു. അപ്പൊ ഇവർ ഇതിനകത്ത് ക്ലെയിം ചെയ്യുന്ന വെച്ചാൽ ആന്റി ടാനിങ് ആണ് ഇവരുടെ മെയിൻ ആയിട്ട്. ഡീ ടാൻ ഓൾറെഡി പറഞ്ഞു, ആന്റി ടാനിങ്, ടാൻ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ ഇത് ഫേസിനും ബോഡിക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത് 1-2 തവണ മാത്രമേ ഫുൾ ബോഡിയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഫേസും നെക്കും ആണ് എന്റെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത്. പിന്നെ ബാലൻസ് വരുന്ന പോലെ കയ്യിലൊക്കെ തേക്കും, അത്രേ ഉള്ളൂ. ഫേസിലെ ടാൻ ആണ് എനിക്ക് മെയിൻ ആയിട്ട് ഒന്ന് കളയണമെന്നുണ്ടായിരുന്നു. പിന്നെ എന്റെ കയ്യിൽ കുറച്ച് ടാൻ ഉണ്ട്, അത് സമയം എടുത്ത് നമുക്ക് കളയാവുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് ഒരു എക്സ്പീരിയൻസ് മനസ്സിലായി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് വരാം. അപ്പൊ ഇവർ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഷാൽ ഗീവ്സ് യു ഫെയർ ആൻഡ് റേഡിയന്റ് ലുക്ക് ടു, നിങ്ങളുടെ സ്കിന്ന് ഫെയറും റേഡിയന്റും ആകാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ക്രബ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിനും തന്നെ അത് ഹെൽപ്പ് ചെയ്യും എന്നാണ് ഇവർ പറയുന്നത്. ലീവ് സ്കിൻ ഫീലിംഗ് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത്. അത് കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു നോർമൽ ഒരു സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ഒന്നും നമുക്കില്ലല്ലോ. ഒരു സ്ക്രബ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഡെഡ് സ്കിൻ പോകുമായിരിക്കും. അതുപോലെ കുറച്ച് ഇവിടുത്തെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകും. കുറച്ചൊന്ന് സ്മൂത്ത് ആകും, അങ്ങനത്തെ ഒരു സോഫ്റ്റ് ആകും, തൊടുമ്പോഴൊക്കെ ഒരു സുഖം കിട്ടും നമ്മൾ ഈ സ്ക്രബ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. അത്രയൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തുള്ളൂ. ബട്ട് ഇത് കുറച്ച് കൂടുതൽ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അതായത് നമ്മൾ ഫേസിൽ ഇപ്പൊ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിക്കൻ ബോക്സ് വന്നതിന്റെ പോസ് ഉണ്ട് ഈ ഒരു കവിൾ ഏരിയയിൽ. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ, ഇത് ഇവർ പറയുന്നത് കറക്റ്റ് 5 മിനിറ്റ്, 4 തൊട്ട് 5 മിനിറ്റ് വരെ നല്ല രീതിയിൽ മസാജ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇത് ചിലപ്പോൾ ഡ്രൈ ആയിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ നനച്ചിട്ട് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അതായത് മസാജ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര കനമായിട്ടിട്ട് ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയ്ക്ക് ചെറിയ ചെറിയ തരികളെ ഇതിനകത്ത് ഉള്ളു തരും. അപ്പൊ നമ്മൾ ആ ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ മസാജിങ്ങിന്റെ ഒരു പവർ ആണോ എന്ന് എനിക്ക് അറിയില്ല. നമ്മുടെ ഈ പോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് റെഡ്യൂസ് ആവുന്നു. സാധാരണ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ പോസ് ഒക്കെ വലുതാവുന്നതായിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷെ എന്റെ പോസ് കുറച്ചും കൂടി സെറ്റ്, അതായത് കുറച്ചും കൂടെ ഒന്ന് നന്നായി ഒരു ക്ലീൻ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇനിയിപ്പോ അത് ഡീപ്ലി ക്ലിയർ ചെയ്തുകൊണ്ടാണോ, അതായത് ഡേർട്ടിൽ റിമൂവ് ചെയ്യുന്നോണ്ടാണോ അതെനിക്കറിയില്ല. പക്ഷെ പോസ് നല്ല രീതിക്ക് മിനിമൽ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അതെന്താണ്, സ്ക്രബിന്റെ ആണോ, അത് എനിക്ക് മനസ്സിലായില്ല അതിന്റെ ഒരു സംഭവം എന്താണ്. കാരണം എനിക്ക് മെയിൻ ആയിട്ട് പോസിന്റെ ആണ് എനിക്കിതൊരു അപാരമായിട്ട് തോന്നിയത് കേട്ടോ. എനിക്കറിയാൻ പാടില്ല പോസ്. ശരിക്കും നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പോസ് ഉള്ള ആളുകൾ നമ്മൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ പോസ് ഭയങ്കരമായിട്ട് ഓപ്പൺ ആകും, ഭയങ്കര വലുതാവാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് പണ്ടാണെങ്കിലും അതാണ് എക്സ്പീരിയൻസ്. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര വണ്ടറായിരുന്നു. എനിക്കറിയില്ല, ചിലപ്പോൾ എന്റെ പോസിന് ഉള്ളില് ഈ പോസ് നമുക്ക് ചെറിയൊരു പാട് വരുമല്ലോ. പോസ് ഉള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഡാർക്ക് സ്പോട്ട് പോലെ ആയിരിക്കില്ല ഇരിക്കുന്നത്. അപ്പൊ അത് ക്ലിയർ ആയതാണോ അല്ലെങ്കിൽ അവിടുത്തെ പിഗ്മെന്റേഷൻ പോയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സംഭവം അടിപൊളിയായിട്ട് എനിക്ക് ആ പോസിന്റെ നല്ല രീതിയിൽ ഒന്ന് മിനിമലാക്കി എന്ന് വേണം പറയാൻ. അപ്പൊ അങ്ങനെ അതെനിക്കറിയില്ല. പോഴ്സിന് ഇത് ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾക്ക് പോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രബ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇവരിനകത്ത് പറയുന്നത് ഇത് പാരബൻ ഫ്രീ ആണ്, സിലിക്കോൺ ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, 100% നാച്ചുറൽ എക്സ്ട്രാക്ട്സിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട്. സോ നമുക്ക് സ്കിന്നിൽ അലർജീസ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. ധൈര്യമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇവരുടെ എല്ലാ പ്രൊഡക്ട്സുകളും അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഇവരുടെ നോസ്ട്രിപ്പും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ 2-3 ദിവസമായിട്ട് ഞാൻ അത് യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയും ഞാൻ നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഇതുവരെ എനിക്ക് ഓക്കെ ആണ്. അതുപോലെ തന്നെ ഇവരുടെ ഷീറ്റ് മാസ്കുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതും അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇവരിനകത്ത് പറയുന്നത് ഏജിങ് ആൻഡ്
ഡീടോക്സിഫൈങ് ആണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനായിട്ടും അതുപോലെ അൺലോക്ക് പോസ് മേ ബി അതായിരിക്കും കേട്ടോ. ആ പോഴ്സിന്റെ ഒരു ഇതെന്ന് പറയുന്നത് അവരത് ക്ലെയിം ചെയ്യുന്നുണ്ട് കേട്ടോ. മേ ബി അതുകൊണ്ടായിരിക്കും. അപ്പോൾ പോഴ്സ് ഉള്ള ആൾക്കാർ മസ്റ്റ് ആയിട്ട് ഈ സാധനം വാങ്ങിച്ചോളൂ. നിങ്ങൾക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ട് യൂസ് ചെയ്യാം, ഒന്നും നോക്കട്ടെ. കാരണം എനിക്ക് ചിക്കൻ ബോക്സ് വന്നതിന്റെ പോഴ്സാ, ഈവൻ ഒരു ആക്നി വന്നതോ പിമ്പിൾ വന്നതിന്റെയോ അല്ല. അപ്പൊ അത് തന്നെ എങ്ങനെ കുറച്ചൊരു നമുക്ക് അതിനകത്തൊരു വണ്ടർ കാണുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് സാധനം വാങ്ങിക്കാം കേട്ടോ. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. 5 മിനിറ്റ് നല്ല രീതിയിൽ മസാജ് ചെയ്യാനാണ് ഒരു പറയുന്നത്. സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യാനാണ് പറയുന്നത്. നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഗ്ലോ ആകുകയും ചെയ്യും, ഭയങ്കര സ്മൂത്ത് ആകും, നമുക്കൊരു റിലാക്സിങ് ഫീൽ കിട്ടും ഈ ഒരു സ്ക്രബ് ചെയ്യുന്ന സമയത്ത്. ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിനൊരു അടപ്പൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് എപ്പോഴും എടുക്കാനൊക്കെ മടിയായതുകൊണ്ട് ഞാനത് കളഞ്ഞു. പിന്നെ ഇതിന് ഇങ്ങനത്തെ സാധനമൊന്നും കിട്ടില്ല. ഇത് എനിക്ക് തോന്നുന്നു എന്റെ ഡോട്ട് ആൻഡ് ഗീയുടെ നൈറ്റ് ജെല്ലിന്റെ എന്തോ ഒരു സ്പൂണാണ്. അപ്പൊ ഞാനത് എനിക്കിതിങ്ങനെ കൈയിട്ടെടുക്കാൻ മടിയായതുകൊണ്ട്, നമ്മൾ ബാത്തിങ് ടൈമിലായിരിക്കുമല്ലോ നമ്മൾ കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വെള്ളമൊക്കെ ഇട്ടിട്ട് ഇതിനകത്ത് ഇതാക്കി ഇത് കൊളായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. നല്ല അടിപൊളി കണ്ടോ, ഭയങ്കര തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. തന്നെയല്ല ഇതിന്റെ തരിതരി കണ്ടോ, നിറയെ തരിതരിയുണ്ട്. നിങ്ങൾക്ക് കാണാവോ, നിറയെ തരിതരിയുണ്ട്. നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോഴാണെങ്കിലും ഭയങ്കര, ഞാൻ പറയട്ടെ, എനിക്ക് ഇതിന് കുറച്ച് സിമിലർ ആയിട്ട് തോന്നിയ ഒരു സ്ക്രബ് എന്ന് പറയുന്നത്, നമ്മൾ പണ്ട് എവർയൂത്ത് ആണോ ആപ്രിക്കോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എവർയൂത്തിന്റെ ആണെന്ന് തോന്നുന്നു ഒരു സ്ക്രബ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയ മണം ഒക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ ചെറിയൊരു മണം ഉണ്ട്. തന്നെയല്ല അതുപോലെ അടിപൊളിയാണ്. പക്ഷെ അതിങ്ങനെ പോഴ്സ് ഒന്നും അത്ര അടിപൊളിയായിട്ടൊന്നും ചെയ്തൊന്നും തരത്തൊന്നുമില്ല കേട്ടോ. പോഴ്സിനൊന്നും വലിയ കാര്യമായിട്ടില്ല. ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യും. പിന്നെ വലിയ നമുക്ക് സ്കിന്നിന് വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കത്തില്ല, പിഗ്മെന്റേഷൻ അങ്ങനെ ഒന്നും മാറ്റത്തൊന്നുമില്ല. അത് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ അതിന്റെ ഈ സ്മെല്ല് നമുക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ തരും. അത് ഇതിന് ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായി, എനിക്ക് ക്ലിക്കായി ഇത് എന്ത് സ്മെല്ലാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാൻ ആലോചിച്ച് എനിക്ക് കിട്ടി. ചില മണങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ചില പാട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, എൻ്റെ അറ്റവും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് കിട്ടിയില്ല, ഒരു ബുദ്ധിമുട്ടില്ല. അതുപോലെ ഞാനത് കണ്ടുപിടിച്ചതാണ്. സംഭവം എന്തായാലും അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇത്രയും സാധനം ഇത് ഞാനിപ്പോ 1.5 മാസമായിട്ട് യൂസ് ചെയ്യുവാണ്. ഇത് ആകെ ഇത്ര ആയിട്ടുള്ളൂ. കാരണം ഇതിങ്ങനെ ഫുള്ളുണ്ടാകും, നമ്മൾ വാങ്ങിക്കുന്നത് ഫുള്ളുണ്ടാകും. ഇത് ഒരുപാട് എടുക്കുകയും വേണ്ട. ഞാൻ എന്നാലും കുറച്ച് ലാവിഷായിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഇത്ര ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. നിങ്ങളിത് ധൈര്യമായിട്ടെന്ന് വെച്ചാൽ കണ്ണു അടച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ക്രബാണ് ഈ സാധനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ പോയാലും 180 രൂപ 190 രൂപയ്ക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ ചെറുതൊന്നുമില്ല കേട്ടോ, ഈ ഒരൊറ്റ സാധനമുള്ളൂ. എനിക്കൊന്ന് ബോഡിക്കും കൂടി വേണ്ടിയിട്ട് ആയതുകൊണ്ടായിരിക്കും ഇത് ഇത്ര എമൗണ്ട് തരുന്നത്. 380 ml ഉണ്ട്, 380 ml ആണ് ഇതുള്ളത്. അപ്പൊ അടിപൊളി എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല. ഇതിന് ഒരു നെഗറ്റീവ് പോലും പറയാനില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എന്തെങ്കിലും ഒരു സാധനം പറയാൻ വേണ്ട, ഒന്നുമില്ല. എല്ലാം നല്ലത് മാത്രം എന്ന് വെച്ചാൽ നല്ലത് മാത്രം പറയാനുള്ളൂ. ധൈര്യമായിട്ട് സ്ക്രബ് നോക്കുന്നുണ്ടോ, വാങ്ങിച്ചു, ഒന്നും പറയാനില്ല കേട്ടോ. നല്ലപോലെ ടാൻ റിമൂവ് ആവും. ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മൾ വീക്ക്ലി 2 ദിവസം ട്വൈസ് നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. കുളിക്കുന്നതിനൊക്കെ മുന്നേ ഒക്കെ യൂസ് ചെയ്താൽ മതി. ഫുൾ ബോഡിയിൽ ചെയ്യുവാണെങ്കിലും വളരെ നല്ലതാണ്. ബോഡിയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നത് വേഗം തീരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാനിത് ഫേസിൽ മാത്രമാണ്, ഫേസ് നെക്കാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഇത് ഇത്ര ഇരിക്കുന്നത്. അപ്പൊ അത് ഓർത്തിട്ട് ഇത്ര യൂസ് ചെയ്തിട്ടും ഇത് തീർന്നില്ല എന്നൊന്നും വിചാരിക്കേണ്ട. നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട സാധനമല്ലല്ലോ സ്ക്രബ്. വീക്ക്ലി 2 തവണ യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആക്നി ഉണ്ട്, ആക്റ്റീവ് ആക്നി ഉണ്ട്, പിമ്പിൾ ഉണ്ട്, ഭയങ്കര വലിയ പിമ്പിൾ ഇങ്ങനെ ചുവന്നിരിക്കുവാണെന്നുണ്ടെങ്കിൽ ദയവ് ഇത് സ്ക്രബ് ഇട്ട് ഒരയ്ക്കരുത്. അതൊക്കെ ഒന്ന് പയ്യെ ഒന്ന് മാറിയതിന് ശേഷം, ഇപ്പം ആക്നീസ് ഒക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് ആ ഒരു ചെറിയൊരു സാധനം ഉണ്ടാവില്ല അതിനകത്ത്. അപ്പൊ അതിങ്ങനെ എടുത്ത് കളഞ്ഞ ഒന്ന് ക്ലീനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സാധനം യൂസ് ചെയ്യുക. അതിന്റെ ഹെഡ്സ് എല്ലാം റിമൂവ് ചെയ്യാണ്ട് നമ്മൾ ഈ പറഞ്ഞ സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ വെള്ളമൊക്കെ പറ്റി അതിന്റെ ആ ഒരു ചെറിയ ലിക്വിഡ് വരുമല്ലോ ഈ ആക്നിക്കകത്തുനിന്ന്, പിന്നെ അതിനകത്തുനിന്ന് വരുന്ന ഹെഡ്സ് അതൊക്കെ കൂടി എല്ലായിടത്തും ഒക്കെ പറ്റിയിരുന്ന് വേറെ ആക്നീസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് അങ്ങനെ ചെയ്യരുത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കാര്യങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആക്നി ആണെങ്കിലും പിമ്പിൾ ആണെങ്കിലും ഒക്കെ പെട്ടെന്ന് നമുക്കത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ആളുകൾ അത് മാറിയിട്ട് യൂസ് ചെയ്താൽ മതി. അല്ലാത്ത ആൾക്കാർ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. എല്ലാ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാം എന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കുക അല്ലെങ്കിൽ ഓയിലി ആക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. എല്ലാ സ്കിൻ ടൈപ്സിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.